യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടാണ് നമ്മള് ബന്ധപ്പെട്ട ആൾക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ. അതെ, ബന്ധുവാരേ ശത്രുവാരേ ബന്ധനത്തിന്നോവറിയും കിളിമകളെ പറയൂ. അരങ്ങത്ത് ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. അരങ്ങത്ത് ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. ബന്ധുവാരേ ശത്രുവാരേ ബന്ധനത്തിന്നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാരേ ശത്രുവാരേ. ഇപ്പത്തെ കാലത്തെ ബന്ധു ഏത് ശത്രു ഏത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലോകാണ്. അപ്പോ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എല്ലാവരും ചോദിക്കാറുണ്ട് മാളിനോട്, ചോദിച്ച് ഉത്തരം പറഞ്ഞ് ഞാൻ അടുത്ത ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ലൈവിലും കമന്റിലും നേരിട്ട് കാണുമ്പോൾ അടക്കം ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയാതെ കൊണ്ടുനടന്ന ഒരു വിഷയമാണ്. ആ കമന്റിന് റിപ്ലൈ കൊടുക്കലില്ല, ആ ചോദ്യം ഞാൻ വായിക്കല് പോലും ഇല്ല. ലൈവിലൊക്കെ കമന്റ് വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കില്ല. എന്താ റിപ്ലൈ കൊടുക്കാറില്ല, റിപ്ലൈ വായിക്ക് പോലും ചെയ്യൂല ഞാൻ. അതെ, ചെലപ്പോ ആയിക്കോണ്ട് അങ്ങനെ പറയുള്ളൂ. കൊള്ളു പറിച്ചില്ലാണ് ഞാനും ആ കൂട്ടത്തിലാണ് പറഞ്ഞു കൊടുക്കും. മിഞ്ഞാന്ന് പോയിന്ന് പിന്നെ പോയിട്ടില്ല എന്നൊക്കെ പറയലാണ്. സംഭവം എന്താന്ന് വെച്ചാല് പറഞ്ഞു കൊടുത്താല് സംഭവം ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഞാൻ അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ കളിയാക്കി ചോദിക്കുകയാണോ, അറിയാത്തവർ ചോദിക്കണോ ഒന്നും അറിയില്ല. ചില ആൾക്കാർ ചോദിക്കും, മാളുവിന്റെ ഫാമിലി എന്താ വീഡിയോയിലില്ലാത്ത, മാളുവിന്റെ വീട്ടിലേക്ക് പോക്കില്ലേ, അവിടുത്തെ കാര്യങ്ങൾ എന്താ നീ സംസാരിക്കാത്ത അങ്ങനെയൊക്കെയാണ് ചോദിക്കല്. അപ്പൊ അവർക്കൊക്കെ കൂടി ഉള്ള ഒരു മറുപടി പറയണം അറിയാത്തവർക്ക്. അപ്പൊ അവർക്ക് ചിലപ്പോൾ അറിയണം താല്പര്യമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ടാവും. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ സമ്പ്രദായമാണ്. അപ്പൊ എന്തോ ആവട്ടെ. അപ്പോ സത്യം പറഞ്ഞാല് ഞാൻ പോയിട്ട് 6 മാസം കഴിഞ്ഞ് നോമ്പിന്റെ മുന്നേ പോയതാ. പിന്നെ ഞാൻ പോയിട്ടില്ല. അതിന് ശേഷം ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയി. അതോടെ എനിക്ക് പോണ പൂതി കെട്ട്. അങ്ങനെയാണ്. അത് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ടാവും, ഓരോ ഫാമിലികൾ. നമ്മുടെ ഫാമിലി കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ മീഡിയയിലും കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അതൊക്കെ അവരുടെ സീക്രട്ട് കാര്യങ്ങളാണ്, പറയാൻ പ്രയാസം. പ്രത്യേകിച്ച് ഈ വിഷയം പറയാൻ കൂടുതലും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ കൊടുത്തത് തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുക, നിങ്ങൾക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ്. സംഭവം ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ പുറത്തൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. എല്ലായിടത്തും യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടാണ് നമ്മള് ബന്ധപ്പെട്ട ആൾക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരിക്കലും അല്ല കേട്ടാ. ഞങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3.5 വർഷമായി. പക്ഷെ ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. അതായത് തീരെ പോവാത്ത പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങള് കല്യാണത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പോകാതിരുന്നിട്ടില്ല. വീണ്ടും എല്ലാ അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വിഷയാക്കലില്ല. സാരല്ല, ഇവര് തന്നെ പറഞ്ഞാലും ഞാൻ അനുസരിക്കലില്ല. ഞാൻ ചിലപ്പോ പോയിട്ട് അവിടെ വിട്ടുകൊടുത്ത് പോകാറുണ്ട്. ഞാൻ പോയിട്ട് കുറെ അയക്കണേ, ഇവള് പോകാറുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, അപ്പോൾ ചില ആൾക്കാരോടൊക്കെ പലരോടും പറഞ്ഞിങ്ങനെ എന്താ വെച്ചാൽ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ബന്ധപ്പെട്ട ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പം അത് വിലക്കിയപ്പോൾ ആ ദേഷ്യം കൊണ്ട് തെറ്റിയതാണ് എന്നൊക്കെ. അതെ, അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും ഇപ്പം എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അവരുടെ ഫാമിലി അതിലൊന്നും എതിരുള്ള ആൾക്കാരല്ല. ഒരാളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും അങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ ചെയ്തോണ്ട് പറഞ്ഞു തന്നിട്ടും എല്ലാവരും സപ്പോർട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു കുഴപ്പമില്ല. അവർ യൂട്യൂബിൽ വന്നില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനും നമ്മൾ ചെയ്യുന്നതിനും താല്പര്യമില്ലായ ഒന്നുള്ള ആൾക്കാരല്ല. ഒന്നിച്ചൊക്കെ പോയ ഒരുപാട് വീഡിയോസ് ബാക്കിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീട്ടിലത്തെ ഒരുപാട് സംഭവങ്ങൾ വീഡിയോയിലുണ്ട്. നല്ല മൊമെന്റുകളൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, മെമ്മറീസ്. അങ്ങനെ ഇപ്പോ ഒരാൾക്കാർ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവോ, അവര് നന്നാവോ, അങ്ങനെ ചിന്തയുള്ള ആൾക്കാരൊന്നല്ല. എല്ലാറ്റും സപ്പോർട്ട് ചെയ്ത് കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്തേ പറ്റിയെന്നുള്ളൊന്നും അറിയില്ല.
ഇപ്പോൾ എന്താ പറയാ ഇയാള് നമ്മൾ അനുഭവിച്ചതൊക്കെ സത്യം പറഞ്ഞ വിഷയങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ നെട്ടും പറയാതിരിക്കണ് നല്ലത്. എന്താ വെച്ചാ ഒരിക്കലും നിങ്ങൾ അന്തം വിടും. എങ്ങനെയൊക്കെ ഉണ്ടാ പടച്ചോനെ, ആരെയും ഇങ്ങനെയൊക്കെ ചെയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടാ? അങ്ങനൊക്കെ ഞാൻ കേട്ടോടത്തോളം ഞാൻ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പോലെ ആകെ നെട്ടിക്കുക. അങ്ങനത്തെ ഒരു വിഷയമാണ്. അപ്പൊ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല. ഞാൻ ഇന്നും മനസ്സിലാക്കുന്നത് അവര് അബദ്ധവശാൽ ചെയ്തതാവുന്നതാണ്. കാരണം എന്താ വെച്ചാല് ദുനിയാവിൽ ഒരാളും ചെയ്യുന്ന കാര്യങ്ങളല്ല, ദുനിയാവില് ഒരു മനുഷ്യന്മാര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഒരു മരണം വരെ സംഭവിക്കും. എന്താ വെച്ചാൽ ആ ഷോക്ക് എന്താണ് എൻ്റെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളതിൽ പല സംഭവങ്ങളും സംഭവിക്കും. അതൊന്നും ഒരു എന്താ പറയാ പണി കൊടുക്കാനും ഇവരെ പരിഹസിക്കാനും ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇവരെ ഒരാൾക്കും പണി കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പോലെ ചിന്തിച്ചിട്ടുണ്ടാകുക, ഇവർക്കൊരു പണി കൊടുക്കണം എന്നാലേ ഇവര് നല്ല പോലെ ആവുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരുപാട് പണി തന്നേ. ലാസ്റ്റത്തെ പണി എന്താ വെച്ചാൽ യൂട്യൂബ് ഹാക്ക് ചെയ്യലേന്ന്. അതെ, ഒരുപാട് ഇങ്ങനെ പണി തന്നോണ്ട് ഒരുപാട് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞുതരാന് നിക്ക് എനിക്ക് 1, 2, 3, 4 ഭാഗം വീഡിയോ ഇടേണ്ടി വരും. അത്രക്കും പറഞ്ഞാലും തീരൂല. അപ്പൊ നിങ്ങള് ഊഹിക്കുക. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആരോടൊന്നുമില്ല, എല്ലാവരോടും നല്ലപോലെ പോകണം, നല്ല എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞുള്ളൂ. ഒന്ന്, രണ്ടാമത് ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട ആൾക്കാരോട് എല്ലാവരോടും ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തിക്കണം. യൂട്യൂബ് ഉള്ളതുകൊണ്ട് അത് എല്ലാവരോടും നാട്ടിലും ഫുള്ള് ഫാമിലിയും മൊത്തം പറഞ്ഞാൽ അതിന് ഓള് തെറ്റി നടക്കുകയാണ് യൂട്യൂബ്. എനിക്കൊരിക്കലും ഒരു പ്രശ്നമില്ല. നല്ലൊരു ഒരു കുഴപ്പമില്ലാതെ പോണതിൻ്റെ അടി കൂടി ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെന്നാലും നല്ലപോലെ പോയിന്നേ. വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പണി തരിക, ഞങ്ങൾക്ക് ഓരോരോ പണി തരിക. അത് പല കോലത്തില്. ഇപ്പൊ ഞാൻ പറയുമ്പോ വെച്ചാല് കുറെ ആളുകൾ ചിന്തിക്കണത് എന്താ വെച്ചാൽ യൂട്യൂബ് എന്ന് വെച്ചാൽ എന്തോ ഒരു കാണ്ടാമൃഗമായിട്ടാണ്. യൂട്യൂബ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയന്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതേപോലെ ഇൻസ്റ്റ എന്ന് വെച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒരേപോലെ തന്നെ, എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം പറഞ്ഞു തന്നെ. അപ്പൊ എന്നിട്ട് ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ അയക്കാം എന്നിട്ട് റീലിടുക. അത് അവരെ ഉദ്ദേശിച്ചെല്ലാം പറഞ്ഞേ. ആർക്കും യൂട്യൂബിലെ വിഷയം മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ യൂട്യൂബ് ഒരു മറ. അതാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബ് ഒരു മറ. യൂട്യൂബ് കൊണ്ടാണ്. അപ്പൊ എല്ലാരും മനസ്സിലാക്കേണ്ടത് യൂട്യൂബ് ഒന്നും ഒരു പ്രശ്നമില്ല. 3.5 കൊല്ലം പോലെ തുടങ്ങിയിട്ട് 3.5 കൊല്ലം. ഈ ഡിസംബർ 4ാമത്തെ കൊല്ലാണ്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോ എന്താ വെച്ചാല് ഞാൻ എൻ്റെ ഒരു വിഷയം പറയണേ. കാരണം എന്താ വെച്ചാൽ ഇത് ഇനിയും അതേപോലെ എന്താ പറയുക ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ചാനലിനോട് ബന്ധപ്പെട്ട് അത് എന്താ പറയുക അത് ഒഴിവാക്കാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ചുരുക്കിയാണ് പറയണേ, അതിന് ഇനിയും മുമ്പ് ചെയ്തതുപോലെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, യൂട്യൂബ് ആണെന്ന് എല്ലാതെയും പറയാലോ. നമുക്ക് വേറെയും ചാനലുണ്ട്. ഇതൊന്നും മാത്രമൊന്നുമല്ല, അത് ഇത്ര ഇതായിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ളൂ. ഒന്നും ഒരു കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. മലന്ന് കിടന്ന് തുപ്പാണ് നമ്മളെ മേത്തേക്ക് തന്നെ വരിക. എന്താ കൊണ്ട് കാര്യം, അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം. ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും ഒരു ചെറിയ ടെലിഫിലിം ഇറക്കാൻ നിന്ന്, ചെറിയൊരു ടെലിഫിലിം. കാരണം ഇനിയും ഒന്നും കൂടി ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഇത്രയും ചെയ്ത പോലെ ആവൂല പ്രതികരണം. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ അല്ലെ ഇതിനും വലിയ പ്രതികരണം ആവും. നമുക്ക് എല്ലിലൂടെ FB-യിലൂടെ വേറെ നമ്മുടെ രണ്ടാമത്തെ ചാനലിലൂടെ എല്ലിലൂടെ ഒന്ന് പോയാൽ ഒന്നുണ്ടാവും. പ്രശ്നങ്ങൾ ഒരിക്കലും വഷളാക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ വീട്ടിൽ പോവാത്തതിനുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ആരും അതിനെ പറ്റി ചോദിക്കണ്ട. ഊഹിക്കാൽ എന്തേ ഒരു പ്രശ്നം ഞാനിങ്ങനെ ചെയ്യൂല. നല്ല രീതിയിലാവാനാണ് പ്രാർത്ഥന ഉള്ളൂ, നല്ല മട്ടത്തിലാവട്ടെ. ഞാനൊരിക്കലും എനിക്ക് ഒരാളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ എനിക്ക് ഒരാളായിട്ട് തെറ്റി നിൽക്കണം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാം ഞാൻ തെറ്റിക്കോ? ഞാൻ ഒരാളായിട്ട് ഞാൻ തെറ്റി നിൽക്കലില്ല. പിന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരാൾ ഫോൺ ചെയ്ത് കണ്ടിട്ട് കുറച്ച് എന്നോട് ഡയലോഗ് പറഞ്ഞിട്ട് കുറച്ച് തെറി ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെറികളടക്കം പറഞ്ഞിട്ടും അത് ആ വ്യക്തി പറഞ്ഞ അന്ന് ഞാൻ ഈ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ഒരു കുട്ടിയാണ്, കൈക്കുഞ്ഞ് പോലെയുള്ള കുട്ടിയാണ്, ഞാൻ എടുത്തിരുന്ന കുട്ടിയാണ്. അപ്പോൾ അത്രയും തെറിയെല്ലാം എൻ്റെ ഫോൺ ഓർഡിനറി റെക്കോർഡാണ്. എൻ്റെ ഫോണിൽ ആ റെക്കോർഡിംഗ് ഒക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അതൊന്നും പുറത്ത് വിടാൻ കഴിയൂല, അത്രയും മോശമാണ്, കേൾക്കാൻ പറ്റൂല.
അപ്പൊ എന്താ പറയാ പറയാൻ ചെയ്തൊന്നല്ല, ഒരുപാട് പറയാനുണ്ടാവും. നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. അപ്പൊ ഇത് നിങ്ങളോട് ഈ കാര്യം പറയണേ ഇനിയും വിഷയമാണ്. ഒരു വിഷയമില്ല. അപ്പൊ വെറുതെ ഇപ്പൊ ഇങ്ങനൊന്നും നമ്മളെ അവരെ പറ്റി അങ്ങനെ ആ ഒരു വിഷയം സംസാരിക്കലില്ല, അങ്ങനെ പോണത് കാണലില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കണത്. ഞങ്ങൾ ഈ വീട് ഈ ഫാമിലി മാത്രമാണ്. അപ്പൊ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെന്ന് വെച്ചാല് യൂട്യൂബ് ഉണ്ട്. ഇപ്പൊ ഈ യൂട്യൂബ് എന്ന് വെച്ചാല് ഒരുപാട് ആളുകൾ കലാരംഗം, അതായത് കലാരംഗം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അഭിനയിക്കുന്നത്, അതുപോലെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു വഴിയില്ല, എല്ലാം മുങ്ങിത്താവുന്ന ആളുകൾ, ചില ആളുകൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടോ, യൂട്യൂബിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴി കിട്ടോ, കടക്ക് വീഡിയോ ഒരു വീടൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്താ പറയാ, കടം ആരോട് ചോദിച്ചിട്ടും ഇല്ല, ഒരു കടം മുടങ്ങിയിട്ടും ഒക്കെ കൂടി. അപ്പോ എങ്ങനെയെങ്കിലും ഒരു പിടിവെള്ളി കിട്ടുമോ നോക്കിയിട്ട്. അതെ, അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീട് ഇപ്പൊ നമ്മുടേതല്ല, നമ്മൾ ഈ വീട് വിറ്റിട്ടുണ്ട്, വേറൊരു 6.5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീട് വെച്ചിട്ട് വേണം താൽക്കാലികം ഇൻഷാ അല്ലാഹ് നമ്മള് വാടകയ്ക്ക് പോവാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങള്. ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും നമ്മളായിട്ട് പോയിട്ടില്ല. നമുക്ക് ഇങ്ങോട്ട് പരിപ്പണി തരാനേ നോക്കിയിട്ടുള്ളൂ, ആരും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. നമ്മുടെ ചാനലൊക്കെ ഹാക്ക് ആയപ്പോ നമ്മള് ഏകദേശം 100K ആവാനായപ്പോഴാണ് ആവുന്നത്. ഇവളൊക്കെ ചില ദിവസം ഉറങ്ങല് 1:30-2 മണിക്കൊക്കെയാണ്. കാരണം പിറ്റേന്നൊക്കെയുള്ള വീഡിയോ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു റീൽസ് അല്ലെങ്കിൽ ഒരു ഷോർട്സ് റീൽസ് എന്ന് വെച്ചാൽ അത് 3 തരമായിട്ട് അറിയുന്നവരുണ്ടാവും. 3 തരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. FB-ലിടണം, അതിൽ ഇതിത്ത് പറ്റൂല. എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ അതിൽ മറ്റേത് പറ്റൂല. യൂട്യൂബിലിടണമെങ്കിൽ ഇതിത്ത് പറ്റൂല. അത് 3 തരത്തിൽ ചെയ്യണം. ഒരു ലോങ് വീഡിയോ 10-15 മിനിറ്റ് ലോങ് വീഡിയോ ചെയ്യണം. കഷ്ടമാണ് വെച്ചിട്ടറിയോ, എന്നിട്ട് അത് പെട്ടെന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ചാനൽ പോവാ എത്ര ഒരു വേദന ഉണ്ടെന്നറിയോ. അതെ, നമുക്ക് ഒരു മാസം ഫുള്ള് ഇതിലുണ്ടത്, ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാസത്തിൽ എന്ന് പറയും പോലെ നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ 2 മാസത്തിലൊക്കെ നമുക്കൊരു വരുമാനം കിട്ടുന്നതാണ് അൽഹംദുലില്ലാ. അപ്പോൾ അത് പെട്ടെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ മനുഷ്യൻ്റെ സമനിലേനെ ചിലപ്പോൾ തെറ്റിന്ന് വരും. കാരണം മുമ്പത്തെ വിഷയം പോലെ എപ്പോഴും ഒരു മനുഷ്യനിങ്ങനെ ഫൂളാവില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെയാണ് അവസ്ഥ ദുനിയാവിലെ. ഏതായാലും എല്ലാവർക്കും നല്ല ബുദ്ധി വരുത്തട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താണ് ചാനൽ ഹാക്ക് ചെയ്ത് കാണും. ചാനലിന് പേരിട്ടത് എന്താ അറിയോ, ഐ ആം ഹാക്ക്ഡ് യൂട്യൂബ് ചാനൽ, അങ്ങനെ തോന്നുന്നു. ഐ ആം ഹാക്ക്ഡ് എന്ന്, അതിനാണ് ചാനലിന് പേരിട്ടിട്ടുള്ളത്. ചാനലിന്റെ പേര് അതേന്, ഐ ആം ഹാക്ക്ഡ്. അപ്പൊ പഴയ മായിരൊന്നല്ല. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ തൂഫാനും അതുപോലെ വലിയ വലിയ ഗുണ്ടകളെയൊക്കെ പിടിക്കണ കാലാണ്. അപ്പോൾ നമ്മൾ അത്രയും പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ, അത് സൈബർ കേസാണത്. ഒരാളെ ചാനൽ ഹാക്ക് ചെയ്യുക, ഒരാളെ സാധനം അപഹരിക്കുക, അതൊക്കെ സൈബർ കേസാണ്. വലിയ കേസാവും, പല പ്രശ്നങ്ങളും വരും. അപ്പൊ ദയവായി അങ്ങനെയുള്ള നമ്മൾ ഒഴിവാക്കി വിട്ടാണ്. മലപ്പുറം സൈബർ സെല്ല് പോയി കൊടുത്ത് പ്രശ്നമാവാൻ നിന്ന സംഭവം പാണ്ട ആരാണെന്ന് അറിഞ്ഞാൽ മതിച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ അത് അന്വേഷിച്ച് ആരാണെന്ന് അറിഞ്ഞ് നമുക്ക് കാണിച്ചു തന്നെ, ഇന്ന ആളാണ്, ഇന്ന നമ്പറാണ്, അല്ലെ ഇന്ന പ്ലാറ്റ്ഫോമാണ്, ഇന്ന ഫോണിന്ന്, ഇന്ന ലാപ്ടോപ്പിൽ വന്നതെന്ന് അതൊക്കെ അങ്ങോട്ട് കാണിച്ചു ഇതാണ് എല്ലാ വിഷയവും കൊണ്ട് വരും. പക്ഷെ മനസ്സിലായ ഒന്നും ചെയ്യാൻ അയച്ചില്ല. എന്താ വെച്ചാല് വേണ്ട ചെയ്യണ്ട ഞാൻ പറഞ്ഞു, എനിക്ക് ആളറിഞ്ഞ് കിട്ടിയാൽ മതി, അറിഞ്ഞ് അവൾക്ക് സമാധാനായി. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പണി തന്നോണ്ട് നിക്കണേ. അപ്പൊ എന്താണ് കാരണം വിഷയം നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇട്ട. അപ്പൊ സമയം ഒരുപാടായി, ഞാൻ ജോലിക്ക് പോവാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞങ്ങളെ ഭാഗത്ത് നിന്ന് ആരോടൊന്നുമില്ല. ഞങ്ങൾക്ക് നന്നായി പോണം, സന്തോഷമായിട്ട് കുറഞ്ഞ ജീവിതം ഒരു മനുഷ്യനിക്കുള്ളൂ. ആ ജീവിതം എല്ലാവർക്കും ഞാന് നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കലുള്ളൂ. മോശപ്പെട്ട ഞാൻ ആർക്കും നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്തുണ്ടെങ്കിലും പോസിറ്റീവായുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. പക്ഷെ അതുപോലും ആർക്കും പറ്റൂല. മനസ്സിലായി, ആർക്കും പറ്റൂല. എന്താണ് ഞാനും ഞങ്ങൾ രണ്ടാളും എന്ത് തെറ്റാ ചെയ്തതെന്ന് പഠിച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ അങ്ങനൊക്കെ ഉണ്ടായിട്ടില്ലേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ സാരല്ല, മനുഷ്യന്മാരായ തെറ്റ് പറ്റും, അത് സർവ്വസാധാരണമാണ്. നമുക്ക് ആരോടൊന്നുമില്ല. കാണുമ്പോ പോലും നമ്മളോട് സംസാരിക്കുക, മുഖം തിരിച്ചു കാണി പോവുക ഒക്കെ ഭയങ്കര സങ്കടമാണ്. നമ്മൾ അവരെ മുഖത്തേക്ക് നോക്കിയാലും അവരിങ്ങോട്ട് തിരിയാ, നമ്മളെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അത്ര
ഒപ്പിക്കാൻ പറ്റിയ എന്ത് സംഭവമാണ് ഞാൻ ചെയ്തെന്നുള്ളത് എന്നിട്ട് പോയിങ്ങാണ്ട് പറയാ അത് യൂട്യൂബ് ഉണ്ടായിട്ട് തെറ്റിയടക്കാണ്. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല് യൂട്യൂബ് ഉണ്ടായിട്ട് കേട്ടുകാണ്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ ഇല്ല. ഓരോടാണ് ഈ പറയണത് യൂട്യൂബ് അല്ല വിഷയം. വിഷയം ഒരുപാട് യഥാർത്ഥ വിഷയം ഞങ്ങളോട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കുന്നത്. ആ വിഷയം നമുക്ക് ഓർക്കാനും താല്പര്യമില്ലാണ്. ഒരു അടഞ്ഞ അധ്യായം കീറിയ പേജ് വലിച്ചെറിഞ്ഞ പൈക്ക് വലിച്ചെറിഞ്ഞാണ്. ഇനിയിപ്പോ അത് താല്പര്യമില്ല, അത് കുത്തിപ്പൊന്തിക്കാനും താല്പര്യമില്ല. ഞങ്ങളായിട്ട് കുത്തിപ്പൊന്തിക്കും ആരും മുതിരും വേണ്ട. ഞങ്ങളെ തളർത്താൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പ്രൊമോഷൻ അയക്കുക, അടിപ്പാവാടെ പ്രൊമോഷൻ ചെയ്യുവോ അങ്ങനൊക്കെ ഓരോന്ന് ചോദിച്ചുകാണ്ട് ഫേക്ക് ആയിക്കാണ്ടൊക്കെ വരുന്നുണ്ട്. അത് അറിയായിട്ടല്ല, അതും കണ്ടുപിടിച്ചിരിക്കണ ആരാന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസും അല്ലേ ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. നമ്മള് ആരും തെറ്റിക്കാണ്ടും ഉടക്കിക്കാണ്ടും നിൽക്കാതെ മക്കളും ഉമ്മയും ബാപ്പയും എല്ലാവരും ഒന്നിച്ച് കഴിയാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ എന്ന് എനിക്ക് പറയാം. ഞാൻ ഇപ്പോൾ ഈ ആളോട് പറയും, ഈ ആളിങ്ങനെ പല അവഗണന നേരിട്ട് വരുമ്പോൾ പറയാം ഇതില്ല എങ്ങനെ, അതുകൊണ്ടാണ് എനിക്കൊരു വിലയില്ലാത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഇഷ്ടം പോലെ. ചില കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഞാൻ പറയും പറയുന്നത് നല്ലതാണ്, പക്ഷെ അനക്കനെ പണി കിട്ടൂട്ടോ, എനിക്ക് ദോഷം ചെയ്യും. ഇതൊക്കെ ഞാൻ നമ്മളോട് മുമ്പേ പറഞ്ഞു കൊടുക്കലുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടാവും ആദ്യം ഇറങ്ങി മണ്ടല് ഞാനാണ്. അതെ, ആദ്യം ഇറങ്ങി മണ്ടല് എത്ര ഞാറിഞ്ഞിട്ട് കളിയാക്കിയാലും എന്ത് തന്നെ ചെയ്ത എന്റെ മുന്നിലിട്ട് എന്നെ കളിയാക്കുണ്ടാവും. തുടങ്ങി നമ്മളെന്നെ ആക്കിയാണ് സംസാരിക്കുന്നത്. എന്നോടന്നെ വേറൊരു വ്യക്തികള് ഇതേമാതിരി ഒരു വിഷയത്തിന് രാത്രി വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയതാണ്. എന്നിട്ട് പിന്നോട് ആ വ്യക്തി എന്നോട് കൊണ്ടുപോല ആലോചിച്ച് നോക്കാം. നമ്മള് നല്ലതിന് വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം എനിക്ക് ടെൻഷൻ, ഭയങ്കര ടെൻഷനാണ്. എനിക്ക് എന്റെ ബാക്കിക്ക് എന്തെങ്കിലും പറ്റിയാലൊക്കെ എനിക്ക് ആകെ ടെൻഷൻ ആയിക്കാണ് ആകെ ഇതാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സ്വൈരം ഞാൻ കൊടുക്കൂല. വരി ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോയി അവിടെ എത്തി റെഡി ആയിട്ട് എനിക്ക് സമാധാനം കിട്ടുള്ളൂ. പക്ഷെ ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചൂല. അതേമാതിരിയാണ്. പുല്ല് പോലെ ഒഴിവാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാല് ദുനിയാവിൽ മനുഷ്യന്മാരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് മൃഗങ്ങളെ അവസ്ഥയാണ് ഇപ്പോ. മൃഗങ്ങളുണ്ടല്ലോ, പൂച്ചാള് കുറച്ചു കാലം കഴിഞ്ഞാല് ആ കുട്ടികളെ ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇല്ല, തച്ചാട്ടും. അതേപോലെയാണ് ആ മൃഗങ്ങൾക്ക് സാമ്യമായി നമ്മളെ മനുഷ്യന്മാര് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? നിങ്ങൾ മൃഗം ആവരുത് എന്ന് പറഞ്ഞില്ലേ? മൃഗങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞിട്ട് ഈ പാവം പിന്നെ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം പോലെ പാവം പോവുകയും ഇങ്ങോട്ട് വരൂല ആരും. എന്നാലും ഈ സാധു ഇങ്ങോട്ട് ആരും വരൂല. ഇവിടേക്ക് ആർക്കും വരുന്ന ഇഷ്ടമല്ല. എന്താന്നറിയില്ല, ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരുന്നില്ല. ഇവിടെ ഈ മേലിടറ്റം വന്നാൽ എന്റെ അടുത്തേക്ക് ആരും കടക്കൂല. അപ്പൊ അത്രക്കും നന്നായി ഇല്ലാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് എന്താ പറയാ, ഇത്രയും കാലമായി ഇപ്പൊ നമ്മള് യൂട്യൂബ് ചാനലിൽ കാണുന്നത് ഞങ്ങൾ റിയലാണ്, ഞങ്ങൾ അഭിനയിക്കല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെപ്പറ്റി തോന്നണുണ്ടാന്ന് എനിക്കറിയില്ല. പിന്നെ എന്നെപ്പറ്റി ശരിക്കും എൻ്റെ അയൽവാസിയൊക്കെ അറിയുള്ളൂ. എൻ്റെ അയൽവാസിയൊക്കെ എന്നെ അറിയാം. ഞാൻ എങ്ങനെയാണ് ആരേറ്റവും ഒന്നും ഞാൻ പോക്കില്ല. ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ജീവിതം എല്ലാവരും നല്ല പോലെ അത്രേ ഉള്ളൂ. ആരേറ്റവും ഒന്നിനും ഞാൻ പോക്കില്ല. പക്ഷെ എൻ്റെ സ്വന്തം ആൾക്കാർക്ക് എന്നെ അറിയില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് മാള് തെറ്റി നടക്കുകയല്ല, വേറെ ഓരോരോ വിഷയങ്ങളായി കിടക്കേണ്ട. അത് പോട്ടെ, സാരമില്ല. അള്ളാഹു എല്ലാവർക്കും പുറത്തു തെറ്റ നല്ല മനസ്സ് കൊടുക്കട്ടെ. അല്ലേ? അതെ. നമ്മളൊരാളെ ഒരുപാട് ക്ഷമ പരീക്ഷിക്കാൻ പാടില്ല. ആരാ നഷ്ടപ്പെടാൻ പറയാൻ പറ്റൂല. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ പറ്റൂല. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാനൊക്കെ പോയി കഴിഞ്ഞിട്ട് ചിലപ്പം ചിന്തിക്കും ഇക്കാരം എന്താണ് നല്ലതെന്നുള്ളത്. അപ്പോഴേ ചിന്തിക്കുള്ളൂ ആ ആളെ പറ്റിയിട്ട്. അതാണ് കണ്ണില്ലാതെ കണ്ണിന്റെ ബുദ്ധിമുട്ടെന്ന് പറയാ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വിറ്റ് പോയാൽ നിങ്ങളെ കുടുംബത്തിന് നല്ലപോലെ താമസിക്കാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പോവില്ല, ഇവിടെ നിന്നിട്ട് തന്നെ നിങ്ങളെ നല്ലപോലെ ജീവിക്കണം. അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു എന്താ പറയാ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ ബൈ. ഇതിൽ കമന്റ് ഉണ്ടാവില്ല കേട്ടോ, അല്ലേ?